Hello, welcome back to WinTrader. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നതിനുമുമ്പായിട്ട് നമ്മൾ WinTrader എന്താണെന്നുള്ളൊരു ബ്രീഫ് ഇൻട്രോ തരാം. WinTrader ആക്ച്വലി ഒരു ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ WinTrader ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഇതെല്ലാം റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്, മാർക്കറ്റൊക്കെ സൈഡ് വേസ് പോകണമെങ്കിൽ സൈഡ് വേസ്, ട്രെൻഡ്, റിവേഴ്സ് ടൈം, ഇതെല്ലാം നമുക്ക് ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഒരു അലേർട്ട് മുഖേന നമുക്ക് ഇൻഡിക്കേഷൻ തരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നോക്കുക. അത് മാത്രമേ മാനുവലി നമ്മൾ ചെയ്യാവുള്ളൂ. കൺഫേം ആണെന്നുണ്ടെങ്കിൽ 80 to 90% ആക്യുറസി നമുക്ക് ആ സിഗ്നൽ കിട്ടും. ഈ സോഫ്റ്റ്വെയർ ആക്ച്വലി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റ്, നമുക്ക് എല്ലാത്തിനും ചെയ്യാൻ വേണ്ടി ഇക്വിറ്റീസ് ഉണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്, കറൻസീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, നമ്മളെല്ലാം ഫുൾ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിഗ്നൽസ് വരുമ്പോൾ നമ്മൾ എല്ലാത്തിലും കയറി ട്രേഡ് ചെയ്യില്ല, കാരണം എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. അത് നമ്മൾ എങ്ങനെയാണെന്നുള്ള ഫുള്ള് സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഓഫീസ് വരുന്ന ആലപ്പുഴയിൽ ചേർത്തലയിലാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഇതെല്ലാം പറഞ്ഞു തരും. പിന്നെ നമുക്ക് മോസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വേർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പുതിയ വേർഷൻ നടക്കും. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ അത് കസ്റ്റമേഴ്സിനോട് ഇതിൻ്റെ അപ്ഡേഷൻ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 8ാമത്തെ വേർഷൻ വരെ നമ്മൾ റിലീസ് ചെയ്യണം. ഇനി വരുന്ന 10th വേർഷനാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന വിധം ഫുൾ നമ്മൾ തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൺലൈൻ നമ്മൾ ഡെമോ കാണിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസിൽ വിസിറ്റ് ചെയ്യാം. അപ്പം ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുള്ള ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടു നോക്കാം. ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു WinTrader. എൻ്റെ പേര് ഗംഗ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിക്കുന്ന ഓപ്ഷൻ സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്, ഓപ്ഷൻസ് ഉണ്ട്, ഇക്വിറ്റീസ് ഉണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, NCDEX ഉണ്ട്, ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, കോമെക്സ്, എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും വരും. ഇൻട്രാഡേ, സ്കാൽപ്പിംഗ് ആൻഡ് സ്വിംഗ് ട്രേഡിംഗ് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി ഇതിനകത്ത് സ്കാൽപ്പ് നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ട് ഉപയോഗിച്ച് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങളൊരു ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാവുന്നേ ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ലൈവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൾ ചെയ്യാം. 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അവിടെ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ജില്ല ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. വരണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വരിക, വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അപ്പം ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അണ്ടർലൈൻ അസറ്റ്, അതായത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള ചാർട്ട് അണ്ടർലൈൻ അസറ്റ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് അത് നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെതർ കോളിലോട്ട് പോകണോ പുട്ടിലോട്ട് പോകണോ, ഏത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ട് അതൊന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളത് നോക്കുന്നത്. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാണ് ബാക്കി ട്രേഡിങ് ഫുൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചാർട്ടിൽ തന്നെ, ആ ഒരു സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം അതിനകത്ത് തന്നെ കാണിച്ചു തരും. അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ, സപ്പോർട്ട് ലെവലെല്ലാം അതിനകത്ത് തന്നെ കാണിച്ചു തരും. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഇതാണ് മാർക്കറ്റ് റേറ്റ് 39,764. ഇതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. ഇതിവിടെ നോക്കി അറിയാൻ പറ്റും. റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. ഇത് സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് തന്നെ ഇങ്ങനെ ഇതുപോലൊരു അലർട്ട് മെസ്സേജ് നമുക്ക് ഇൻഡിക്കേഷൻ തരാം ഈ സിഗ്നൽ വന്നു എന്നുള്ള. സെയിം ഡീറ്റെയിൽസ് നമുക്ക് മേഖല എഴുതി കാണിക്കും. 40,031 ഈ ലാസ്റ്റ് സെല്ല് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെൽ സിഗ്നൽ വന്നു. ഇപ്പോൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ സെൽ സിഗ്നൽ വന്ന ഉടനെ നമ്മൾ അതിൻ്റെ ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും അത് ഇൻ ദ മണിയിലാകാം, അറ്റ് ദ മണിയാകാം, ഔട്ട് ഓഫ് ദ മണിയാകാം, ഏത് സ്ട്രൈക്ക് എടുത്തിട്ടാലും ആ സ്ട്രൈക്കിൽ എന്തായിരിക്കണം, അവിടെ ബൈ സിഗ്നൽ ഉണ്ടായിരിക്കണം. ആ ബൈക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ മതിയാവും. ഇപ്പോൾ 40,031 ഇന്ന് എനിക്ക് വേണമെങ്കിൽ 40,000 തന്നെ അടുത്ത മണി എടുക്കാം. 40, 100, 200, 300 ഇതിൻ്റെ ഇൻ ദ മണിലോട്ട് പോകാം. അല്ലെങ്കിൽ 39,900, 800 അതിൻ്റെ ഔട്ട് ഓഫ് ദ മണി പോകാം. അപ്പം ഞാൻ ഇതെടുത്താലും അവിടെ കൺഫേം ആണെന്നേ ഉള്ളൂ, സിഗ്നൽ ഉണ്ടാകണം. അതായത് നമ്മൾ ഓപ്ഷൻ ബയറാകുമ്പോൾ എപ്പോഴും അവിടെ ബൈ സിഗ്നൽ കാണിക്കണം, കൺഫേമും ആയിരിക്കണം. ഇപ്പം ഞാൻ എടുത്തത് ഫോർ എക്സാമ്പിളിന് വേണ്ടി 40,200 ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ ബൈ വന്ന സമയത്ത്, ഇവിടെ സെൽ വന്ന സമയത്ത് നമ്മൾ അത് എടുത്തപ്പോഴത്തേക്കും അവിടെയും കണ്ട അവിടെ ഓൾറെഡി ബൈ ഉണ്ട്. സെയിം ടൈമിൽ നമുക്ക് ബൈ, ഇനി നമ്മൾ നോക്കേണ്ടത് ബൈ കൺഫേം ആണെന്ന് മാത്രം നോക്കിയാൽ മതി. നോർമൽ നമ്മുടെ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഈ ബൈ വന്ന ശേഷം നമ്മൾ നോക്കട്ടെ, ഇവിടെ ആരോ ഉണ്ടായിരിക്കണം, ഗ്രീൻ ആരോ ഉണ്ടായിരിക്കണം. അതിനുശേഷം 2 കൺഫർമേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. കൺഫർമേഷൻ എന്ന് പറയുന്നത് ബൈ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളിപ്പോൾ കോൾ ഓപ്ഷനിൽ പോയാലും പുട്ട് ഓപ്ഷനിൽ പോയാലും ബൈ സിഗ്നൽ കാണിക്കണം. അവിടെ കൺഫർമേഷൻ എന്ന് വെച്ചാൽ പ്രൈസ് ഇൻ ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം.
ഈ ആരോടെ താഴത്തെ ഒരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള ആ ബാർ ഗ്രീൻ ആയിരിക്കണം. ചില സമയത്ത് ആ ഗ്രീൻ വരാൻ ചില സമയത്ത് മാത്രം ആ ടൈമിൽ അത് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. എപ്പോഴാണ് ഗ്രീൻ ആകുന്നത്, നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് ഗ്രീൻ ആയത്, ആ ടൈമിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. കാരണം ആ ടൈമിലാണ് താഴത്തെ ബാർ ഗ്രീൻ ആയത്. ആ ടൈമിൽ ആ പ്രൈസിന് വേണ്ടി നമുക്ക് എൻട്രി വന്നത് 85 ആക്ച്വൽ എൻട്രി പറഞ്ഞത്. നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ടൈമിൽ അതൊരു 188 അടുത്തായിരുന്നു. 188 200 സംതിങ് വരെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കുഴപ്പമില്ല. മാർക്കറ്റ് റേറ്റ് നമ്മൾ ആ 188 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നിൽക്കുന്ന, അതായത് മാർക്കറ്റ് റൺ ചെയ്യില്ല. അപ്പം നമ്മുടെ നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനൽ മാർക്കറ്റ് റേറ്റിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. അത് തന്നെ ഇപ്പോൾ നോക്കുക, അത് 438 അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന പോയിന്റ് ഒരുപാട് മാർക്കറ്റ് കയറിപ്പോയി. അതാണ് ഇതെന്ന് വെച്ചാൽ ഇത് പ്യൂർ ടെക്നിക്കൽ അനലൈസ് ആണ്. ഇത് പ്രഡിക്ഷനും കാര്യങ്ങളും ഒന്നല്ല, റിയൽ ടൈം വർക്കിന് ശേഷം നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്നതാണ്. ഇതിനകത്തൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ 100% നമുക്ക് മന്ത്ലി റിട്ടേൺ ഗ്യാരണ്ടി തരുന്ന ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണിത്. ഞാൻ പറഞ്ഞത് ഈ സിഗ്നൽ കൺഫേം ആണെങ്കിൽ 80 to 90% പക്ക നമുക്ക് കൺഫർമേഷൻ കിട്ടി. ഇത് യൂസ് ചെയ്ത് ഒരുപാട് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ 2014 വർഷത്തോട് അടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഓർക്കും, നമ്മൾ 14 വർഷത്തെ സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജി അല്ല കേട്ടോ, ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഇയർ നമ്മുടെ പുതിയ സ്ട്രാറ്റജി വരും. അപ്പോൾ 14 വർഷം നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യുവാണ്. ഈ ഒരു കമ്പനി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിന്ന് പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയില്ല, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു തരാം എങ്ങനെ യൂസ് ചെയ്യുന്ന ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ചാർട്ട് ആദ്യം നോക്കാം. മെയിൻ നമ്മൾ അസറ്റ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, അതിനകത്ത് സെല്ല്. ഇപ്പം ഞാൻ ബാങ്ക് നിഫ്റ്റി ആണ്, ഇതിനകത്ത് സെല്ല് വന്നു. നേരെ ആ പ്രൈസിനനുസരിച്ചുള്ള സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് ആ സ്ട്രൈക്കിൽ എന്താ കാണണം, ബൈ സിഗ്നൽ കാണണം. അവിടെ ഒരു കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന ബൈ ആരോ വന്നതിന് ശേഷം താഴത്ത് പ്രൈസ് ബൈ സോൺ, ആരോടെ താഴെ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ലെങ്കിൽ നോ പ്രോബ്ലം, താഴത്ത് ബാർ കൺഫർമേഷൻ വരുന്ന ലെവലിൽ നമുക്ക് മാർക്കറ്റ് റേറ്റിൽ ട്രേഡ് എടുക്കുക. ചില സമയത്ത് മാത്രമേ ഇത് സൈഡ് ഇൻഡിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് താഴത്ത് ബാർ കൺഫർമേഷൻ വരാതിരുന്നത്. കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കുക. നോക്കിയാൽ അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ അതിനകത്ത് തന്നെ 204, 218, 233 ഇത് മൂന്നും കടന്ന് മാർക്കറ്റ് ഓൾറെഡി കയറിപ്പോയിട്ട്. അപ്പം ഇത് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്ത് വരുന്നത് നിങ്ങളിത് എന്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യും ആപ്ലിക്കേഷനെ. അപ്പോൾ പ്ലേ സ്റ്റോറിലൊന്നും കിട്ടത്തില്ല. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് എല്ലാം നമ്മൾ ടെക്ക് തന്നെയാണ് ഇത് ചെയ്ത് തരുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരും. ഇത് നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരുമോ, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇത് പറഞ്ഞു തരും. സിമ്പിൾ സ്ട്രാറ്റജിയാണ്, സെയിം സ്ട്രാറ്റജി എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ. ഞാനിപ്പോൾ ഓപ്ഷൻ കാണിച്ചെങ്കിൽ കൂടി ഇത് ഇക്വിറ്റീസിലും കമോഡിറ്റീസിലും ഫോറക്സ് ഉൾപ്പെടെ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സ്കാൽപ്പിംഗ് ചെയ്യാം. ഇത് ഇൻട്രാഡേ വൈസാണ് ഞാൻ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യണമെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യാം. സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സിമ്പിളാണ്. നമുക്ക് സിഗ്നൽസ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ട്രേഡ് നമ്മൾ മാനുവലി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ചെയ്യുക. 100% ഞാൻ പറയത്തില്ല, കാരണം ഒരു 100% ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ഒരു നമുക്ക് പ്രൊഡിക്ഷനും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇത്രയും പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു 14 ഇയേഴ്സാണ് നമ്മൾ ഇത് കാണുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നല്ലപോലെ റിട്ടേൺ കിട്ടുന്നുണ്ട്, കസ്റ്റമേഴ്സും ഉണ്ട്. 80 to 90% ആക്യുറസി അത് നമുക്ക് ഗ്യാരണ്ടിയോട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.